ലൈവിൽ ഇപ്പൊ കുറച്ച് സമയമായിട്ട് നമ്മുടെ ഗബ്രി, അഭിഷേക് എസ്, ഋഷി, ജാസ്മിൻ ഇവരെല്ലാം കൂടെ ആ വാഴത്തോട്ടത്തിൽ നിന്ന് ഇന്നലത്തെ ആ ഒരു സംഭവങ്ങളും പിന്നെ ഡേഞ്ചർ പോയിന്റ് ടാസ്കിനെ കുറിച്ചൊക്കെ ഭയങ്കര ഡിസ്കഷനാണ്. അപ്പോൾ ഗബ്രി പറയുന്നു യുക്തിപൂർവമായിട്ട് കളിക്കണമെന്ന് ലാലേട്ട പറഞ്ഞതാണ് ഫിസിക്കൽ ടാസ്കുകൾ വരുന്ന സമയത്ത്. എന്ന് വെച്ചാൽ ഉപദ്രവിക്കരുത് എന്നാണ്. അയാൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള വിവരമില്ല. അയാൾ ശരണ്യനെ പീഡിപ്പിച്ചു, എന്നെ ഉപദ്രവിച്ച കാര്യം സായിയോടും ഒക്കെ അയാൾ പോയി പറഞ്ഞു. അയാളുടെ കയ്യിൽ നിന്ന് പോയി, മൊത്തത്തിൽ പാളിപ്പോയി. ഉറുമ്പ് കടിച്ചാലും വലിയ വേദനയായിട്ട് അയാൾ പറയും. ഒട്ടും പെയിൻ ടോളറൻസ് ഇല്ല അയാൾക്ക്. അപ്പോൾ ഋഷി പറയുന്നു ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാടാ, നീ അങ്ങനെയൊന്നും ജിൻഡപ്പിനെ കുറിച്ച് പറയണ്ടെന്ന രീതിയിൽ പറയുന്നു. അപ്പോൾ ഗബ്രി അങ്ങ് റേസ് ആയിട്ട് പറയാണ് പിച്ചിയാൽ നിനക്ക് വേദന എടുക്കുമോ, അയാളെ ഒന്ന് പിച്ചിയാൽ പോലും അയാൾ ഓവർ റിയാക്ട് ചെയ്യും, ഈ ആഴ്ച അയാൾക്കൊരു വാർണിംഗ് കൊടുക്കണം. ഋഷി പിന്നെ ആരെന്ത് പറഞ്ഞാലും അതിൽ ഈസിലി മാനിപ്പുലേറ്റ് ആയി അതിൽ ഈസിലി വീഴുന്ന ഒരു ആളാണ്. ഇങ്ങനെ ഒരു ടോയ് ആണ്, ഒരു പാവയാണ്. ഇങ്ങനെ കീ കൊടുത്താൽ ഇങ്ങനെ അനങ്ങും, സംസാരിക്കും, അങ്ങനെ ഒരാളാണ് ഋഷി. അപ്പൊ ഗബ്രി ഇപ്പം ഈ ഒരു കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, വെള്ളിയാഴ്ചകളിൽ ഡിഫേർഡ് ലൈവ് സ്ട്രീമിംഗ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു തിരുമണ്ടനാണ് നമ്മുടെ ഗബ്രി. അതുകൊണ്ടാണ് യുക്തിപൂർവം എന്നൊക്കെ പറഞ്ഞ് ഓരോ മണ്ടത്തരം വിളമ്പുന്നത്. അതൊക്കെ പോട്ടെ എന്ന് വെക്കാം, ഓരോ മണ്ടത്തരങ്ങളാണ്. ഗബ്രി ചെയ്ത തെറ്റ് ഇവ വീണ്ടും വീണ്ടും നിരപരാധിയായിട്ടുള്ള ജിൻഡോയുടെ പെടലിക്ക് വെക്കുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ നല്ലപോലെ ചൊറിഞ്ഞ് വരുന്നുണ്ട് എനിക്ക്. ജിൻഡോയ്ക്കെതിരെ എന്ത് പരദൂഷണ കമ്മിറ്റി വേണേലും ഗബ്രി വെച്ചോട്ടെ, പക്ഷെ ഗബ്രിയുടെ തെറ്റുകള് ന്യായീകരിച്ച് വെളുപ്പിച്ച് വേറുള്ളവരുടെ മണ്ടയ്ക്ക് വെക്കുന്നത് ശുദ്ധ ചെറ്റത്തരമാണ്. എന്ത് ഗെയിമാണെന്ന് പറഞ്ഞാല് പരമ ചെറ്റത്തരമാണ്, ഡബിൾ ഡാഡി സിൻഡ്രം ആണെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഒരു തെറ്റ് ചെയ്താല് ജിൻഡോ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന അതേ ഗബ്രി തന്നെ ഗബ്രി ചെയ്ത തെറ്റ് ജിൻഡോയുടെ പെടലിക്ക് വെച്ചു കൊടുത്തേക്കുവാണ്. ലൈവ് സ്ട്രീമിംഗ് ഇല്ലെന്ന് കരുതി ഇരുന്നങ്ങ് ന്യായീകരിച്ച് മെഴുകുവാണ് ഗബ്രി. എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നതെന്ന് എന്തെങ്കിലും ബോധം ഇവനൊക്കെ ഉണ്ടോ? പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അഭിഷേക് എസ് വന്ന് കയറിയപ്പോ എന്തൊരു മിടുക്കനായിരുന്നു. പുള്ളിയും ഗബ്രി ഓരോന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് വശത്താക്കിയ മട്ടാണ്. ഗബ്രി പറയുന്നത് കേട്ടിട്ട് പട്ടി ഇറച്ചിക്കടയുടെ മുന്നിൽ നോക്കിയിരിക്കുന്ന പോലെ അവിടെ ഇരിക്കുന്നുണ്ട് ശ്രീകുമാർ ഗബ്രി സംസാരിക്കുന്നത് കേട്ടിട്ട്. പുള്ളി ഇങ്ങനെ ഒരു പാഴായി പോകുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഗബ്രിക്കൊക്കെ നല്ല പേടി ഉണ്ടായിരുന്ന ഒരാളാണ് അഭിഷേക് ശ്രീകുമാർ വന്നു കയറിയ ദിവസം. അത് മിണ്ടാൻ പോലും അന്നത്തെ ദിവസം ഗബ്രി കൂട്ടാക്കിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ വശത്താക്കി മൊത്തത്തില്. അങ്ങനെ ഗബ്രി ആളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ആ ഒരു മുല്ലപ്പൂ കടകത്തിലേക്ക്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.